വാഷ് ബേസിനിൽ ഹോളില്ലായിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? പല കമ്പനികളിലും ഇതുപോലെ ഹോള് ഉണ്ടാകില്ല. അതേസമയം നിങ്ങൾ വാഷ് ബേസിൻ തിരിച്ച് പുറകു ഭാഗം നോക്കിയാൽ അവിടെ 3 ഹോളിടാനുള്ള ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടാകും. എന്ന് കരുതി നിങ്ങൾ ഉടനെ തന്നെ ഉളിയോ മറ്റോ എടുത്ത് ഹോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വാഷ് ബേസിൻ പല കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. പിടിപ്പുള്ള നിങ്ങളുടെ വാഷ് ബേസിൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് നമ്മളിവിടെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് 2.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ആണി എടുക്കുക. മാർക്ക് ചെയ്തിട്ടുള്ളതിൽ എവിടെയാണോ ടാപ്പ് വയ്ക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം മുകൾ ഭാഗത്തായിട്ട് പിടിപ്പിച്ച ശേഷം ചുറ്റിക കൊണ്ട് മെല്ലെ തട്ടിക്കൊടുക്കുക. അങ്ങനെ 5-6 പ്രാവശ്യം തട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം അത്ഭുതകരമായിട്ട് തെറിച്ച് വീഴുന്നത്. അപ്പോൾ ഇങ്ങനെ മാത്രമേ നിങ്ങൾ വാഷ് ബേസിനിൽ ഹോളിടാൻ ശ്രമിക്കാവൂ. അല്ലാതെ നിങ്ങൾ വെറുതെ